നാം എന്തായി കാണുന്നേ? എല്ലാരും വന്നിട്ടുണ്ടല്ലോ. എന്താ പരിപാടി? അത് തെക്കേതിൽ അശ്വതിക്കുട്ടിയല്ലേ? ഭർത്താവുമൊത്ത് വന്നതാണല്ലേ? കെങ്കേമം. പിന്നെ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. എടോ, താനും വന്നോ കുടുംബസമേതം? നന്നായിടോ, നന്നായി. എല്ലാരും വന്ന സ്ഥിതിക്ക് ഞാനൊരു കഥ പറയാം. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവും അല്ലെങ്കിൽ വേണ്ട, എപ്പോഴും കേൾക്കുന്നതല്ലേ കഥ. ആമയുടെയും മുയലിന്റെയും. അയ്യോ, ഞാൻ പറയുന്നില്ല, കേട്ട് കേട്ട് മടുത്തതാ. പിന്നെ ഈ സൂത്രധാരൻ എന്ത് കഥയാ പറയേണ്ടത്? ഒരു സാധാരണക്കാരന്റെ കഥ പറഞ്ഞാലോ? നമ്മളിലൊരുവനായ ഒരുത്തന്റെ കഥ, ഒരു കരുമാടിയുടെ കഥ. അവൻ ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ എപ്പോഴും കാണുന്നതാ അവനെ. അവൻ ഇവിടെ എവിടെയോ. അവനെ ഒന്ന് വിളിച്ചാലോ? വിളിച്ചു നോക്കാം അല്ലേ? കരുമാടിയേ, കാണുന്നില്ല. കരുമാടിയേ, കരുമാടിക്കുട്ട, കാണുന്നില്ല ഒരിടവും. കരുമാടിയേ, അതാ വരുന്നുണ്ട് അവൻ. ആ കുമ്പയും കുലുക്കി ഉള്ളൊരു വരവ് കണ്ടില്ലേ? എന്താ ചേല്! ഹായ് വന്നു. പാവമാ. അമ്മയുണ്ടായിരുന്നു, മരിച്ചുപോയി. ഒരു വീടെന്നൊന്നും പറയാനില്ല. 4 ഓല കൊണ്ട് കൂട്ടിക്കെട്ടിയതാ, അതും തകർന്നു കിടക്കുക. കടത്തിന്റെ ഇലക്കയാ കിടക്കുന്നത്. എന്റെ പേര് കരുവാടി നല്ല. എന്റെ പേര് പറയണ്ട, നിന്റെ പേര് കരുമാടി തന്നെ. എന്റെ പേരല്ല. നീ എന്തിനാ കരയുന്നത്? എല്ലാരും എന്റെ കരുവാടിതാ വിളിക്കണേ. അയ്യേ, നീ സുന്ദരനാടാ, സുന്ദരൻ. ഇവിടെ കാണുന്നവരെല്ലാം മുഖത്ത് ചായം അകം നിറയെ വിഷം കൊണ്ട് ജീവിക്കുന്നവരാ. അങ്ങനെ നോക്കുമ്പോ നീ മനസ്സുകൊണ്ട് സുന്ദരനാണ്. ഇത് കണ്ടോ? 100 രൂപ. നീ ഇത് കൊണ്ടുപോയി ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് ഈ കാണുന്ന ജനങ്ങളെ എല്ലാം നീ കാണിക്കണം. അപ്പോഴറിയാം നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. എന്റെ പൈസ ഉണ്ട്, പൈസ. പിന്നെ ചിലപ്പോ സിനിമയിലെടുത്തേക്കും. അവന്റെ ഒരു ചിരി കണ്ടില്ലേ? ഭാവി നിന്നെ സിനിമയിലെടുക്കും. ഇനി കരുമാടി വന്നു കഴിഞ്ഞു, അവന്റെ കഥ അവൻ പറയും. അപ്പോ ഞാനങ്ങോട്ട് നരനായിങ്ങനെ ജനിച്ചു ഞാന് ഇതെടുത്തിട്ട് എല്ലാവർക്കും കാഴ്ച. നിനക്ക് കാഴ്ചയല്ല. ഞാനും വാവയുള്ള പോത്ത് എല്ലാവർക്കും കാഴ്ചയല്ല. ഞാൻ ശുദ്ധനാണത്. ഞാൻ ശുദ്ധനൻ. ഏത് സ്റ്റുഡിയോയാണ്? എന്ത് കാര്യം? വഴി തെറ്റിപ്പോലും ഒറ്റ മനുഷ്യന് ഇങ്ങോട്ട് കയറി വരാറില്ല. അല്ല, ഞാൻ തന്നെ ചില ദിവസം മറന്നുപോയി ഇതൊരു സ്റ്റുഡിയോ ആണെന്ന്. അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇന്നത്തെ കാലത്ത് ആർക്കും സ്റ്റുഡിയോയിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെയിലൊക്കെ അത്യാവശ്യം വില കൂടിയ ഫോണല്ലേ കയ്യിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്? എന്നും രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറി വരും, ഇവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടും. എന്ത് കാര്യം? ഒരു കാര്യമില്ല. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. യോ, എന്താ ഒരു നാറ്റം! അയ്യേ, ഞാൻ ആടി അറുതിക്ക് ഇവിടെ മൊത്തവും വന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോയതാണല്ലോ.
നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന്? ചോറ്റക്കായി നീ എന്തോടാ ഈ പറയണ? ചോറ്റക്കായി അജയ് എടാ, സ്ത്രീകളും കുട്ടികളൊക്കെ ഇരിക്കുകയാണ്, നീ എന്താ ഈ പറയണ? എന്താ ഫോട്ടോ? എടാ ഞാൻ ഒന്നാമത് രാവിലെ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കണം. നീ പോയേ ഫോട്ടോ എടുക്കണം. നീ പോയേ നീ പൈസ ഒന്നും വേണ്ട. നീ പോയേ ആവശ്യമില്ല. നീ പോ കരണ്ട ഫോട്ടോ എടുക്കാം. നില്ലേ പോയെന്നേ. അയ്യേ, ഇതാണ് നീ സിനിമയിൽ മോൻ കാണിക്കാൻ പോകുന്ന? നേരെ കരിമൊഴി. അതില്ല, നേരെ നേരെ നില്ലേ. മോൻ കാണണ്ടേ? ഫോട്ടോ മോഹൻ എടുക്കുന്നത്. ഒന്ന് ചിരിച്ചേ. അതൊന്നും ഇതിൽ കിട്ടൂല കേട്ടാ. ഒരു കാര്യം ചെയ്. നീ എന്തെങ്കിലും കാണിക്കേ. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ വൃത്തിയും വേനയൊന്നും ഇല്ലെങ്കിലേ ഇവന്റെ ചിരിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. എടാ കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ്. ഞാനേ ഇന്ന് ഈ ലോക ഫോട്ടോഗ്രാഫി ദിനമായിട്ടേ ഒരു ചെറിയ മത്സരം ഉണ്ടായിരുന്നു. ചിരിയാണ് വിഷയം. ഇവിടെ ആര് ഫോട്ടോ എടുക്കാൻ വരാൻ? ഇവനെ കിട്ടി. പക്ഷെ ഇവന്റെ ചിരി കണ്ടപ്പോഴേ എന്തോ ഒരു പ്രത്യേകത, ഒരു നിഷ്കളങ്കമായ ഇവന്റെ ഈ കരഞ്ഞുകൊണ്ടുള്ള ചിരി കണ്ടപ്പോഴേ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. എടാ നീ പോയില്ലേ? ഫോട്ടോ ഒന്നുമില്ല, ഫോട്ടോ എടുത്തില്ല. നീ പോ. ഫോട്ടോ എടുത്തില്ല, നീ കിട്ടിയില്ലെന്ന്. ഇത് കൊടുത്ത് പറ്റിക്കാം. എടാ ഇത് നോക്കടാ. കൊള്ളാമോ? നല്ല ഫോട്ടോ തന്നെ. നിന്റെ ഫോട്ടോ തന്നെ. നിന്നെ പോലെ അല്ലേ? സൗന്ദര്യം ഉണ്ടോ? സംശയം ഉണ്ടോ? എല്ലാരും ഒന്ന് കാണിച്ചേ, നോക്കിയേ. നിങ്ങളൊക്കെ കരിവാടി ചോദിച്ചില്ലേ? ഞാൻ കരിവാടി അല്ല. എന്റെ തോറ്റ്. ഇതേ മത്സരത്തിന് അയക്കാം. കൊള്ളാം ഇവന്റെ ഈ ചിരിയെ. ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. നോക്കാം, നമുക്ക് ഒപ്പിക്കാം. ഇത് വെച്ചിട്ടേ ഞാൻ ഇന്നൊരു കലക്കും. എന്തൊക്കെയുണ്ട് നാട്ടില് പുതിയ കണ്ടിട്ട്? ഞാനേ പുറത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിലൊരു അലവലാതി ഒരുത്തനുണ്ടായിരുന്നല്ലോ, എനിക്ക് അവനെ കാണുന്ന ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകാറുണ്ട്. അവനെ ഇപ്പം കാണുന്നേ ഇല്ലല്ലോ. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകാറുണ്ട്. അവന്റെ പേര് കരുമാടി. അവനെന്തായാലും ഇപ്പൊ പരിപാടി? ഇവിടെയൊക്കെ ചുറ്റി നടപ്പുണ്ടാവും. കരുമാടി വന്നല്ലോ. എന്താ കരുമാടി എന്താണ്? ഫോട്ടോ നമുക്ക് വേറെ എടുക്കാം ഫോട്ടോ. നിനക്കുള്ള ഫുഡ് അവിടെ ഇട്ടിട്ടുണ്ട്, വേസ്റ്റിനകത്തുണ്ട്. അവിടെ പോയി എടുത്തോളൂ. അവിടെ ചെന്ന് കഴിച്ചോളൂ. അവിടെ ചെന്ന് ഫുഡ് പൈസ ഉണ്ടോ? ഇവിടെ നിന്നായി പൈസ? അത് തന്നതാ, കിട്ടിയതാ. എവിടുന്ന് കിട്ടിയതാ? തന്നതാ. ഒരു കാര്യം ഞാനിപ്പോ വരും. ഫുഡെല്ലാം എടുത്ത് കഴിച്ചോളൂ. ഞാന് സിഗരറ്റ് മേടിച്ച സമയത്തെ ഒരു 100 രൂപ കയ്യിൽ നിന്ന് പോയായിരുന്നു. അതൊന്ന് തടുമ്പോ ഇത് വേണോ?
ചേട്ടാ എൻ്റെ ഒരു 100 രൂപ ഞാൻ മുമ്പ് സിഗരറ്റ് വാങ്ങിയില്ലായിരുന്നു, അന്നേരം പോയായിരുന്നു. ഇവിടെ കാണാൻ കണ്ടായിരുന്നോ? 100 രൂപ കളഞ്ഞു പോയെന്ന്. ഒരു 100 രൂപ ഞാൻ സിഗരറ്റ് വാങ്ങിയപ്പോൾ കൊടുത്തപ്പോൾ പോയതാണ്. പരിപാടി കൊണ്ടുവന്ന രൂപയാണോ ഇത്? ഇതാണോ നോട്ട്? ആ 100 രൂപ ആണ് ഇത്. ഇതുപോലെ ഇരിക്കുമല്ലോ. ആ ഇതാ താങ്കൾ. അപ്പോൾ അവനെ കളഞ്ഞു കിട്ടിയ പൈസ തന്നെ ആയിരിക്കാം. ആര് കൊണ്ടുവന്നെന്നാ പറഞ്ഞു? പരിപാടി കൊണ്ടുവന്നതാ. അവൻ കൊണ്ടുവന്ന പൈസ. അയാളങ്ങനെ പൈസ എടുക്കുന്ന ആളാണ്. എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അയാൾക്ക് വേറെ പൈസ വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ അയാൾ കൊണ്ടുവന്നതായിരിക്കണം. അയാൾ കളഞ്ഞു കിട്ടിയതായിരിക്കാം. താങ്കളുടെ കാശായിരിക്കും. എൻ്റെ ഒരു 100 രൂപ പോയിട്ടുണ്ട്. ഇത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. ആ നോക്കൂ, ഇതായിരിക്കാം. ഒരു കാര്യം ചെയ്യട്ടാ, ഒരു പാക്കറ്റ് സിഗരറ്റും കൂടെ തന്നാൽ മതി. ആ ഞാൻ വരുന്നുണ്ട്. ചേട്ടാ പൈസ എടുത്ത് കണ്ടവന്റെ കാശിനല്ല നിങ്ങൾ നടക്കേണ്ടത്. ജോലി ചെയ്ത് ജീവിക്കണം. അതിനുള്ള സാമ്പത്തികം കൊണ്ടുവരണം. കണ്ടവരെ കളഞ്ഞിട്ട കാശെല്ലാം കൊണ്ടുവരണം കേട്ടോ. അല്ല, നമ്മുടെ ഈ കരുമാടിയെ നമ്മൾ വിചാരിച്ച പോലെയല്ലോ ആള്. അവൻ മിടുക്കനാണല്ലോ. ഇത് കണ്ടില്ലേ? എന്നിട്ട് ഈ കരുമാടി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്താ പറ്റി ഇവിടെ എല്ലാവർക്കും? ചേടാ, നല്ലൊരു സന്തോഷ വാർത്ത പറയാൻ വന്നു കഴിഞ്ഞാൽ അവനെ കാണത്തില്ല. എടാ കരുമാടി, കരുമാടി കുട്ടോയ്. ഷോ, ഇവനിതെവിടെ പോയി? ആ നമ്മുടെ മാഷല്ലേ വരുന്നത്. മാഷേ ആ കരുമാടിയെ കണ്ടോ? മാഷെ കരുമാടിയെ കണ്ടോന്ന്? എനിക്കറിയില്ല. ഷോ, ഇതെന്താന്ന് നോക്കിയേ മാഷെ, ഇതെന്താണെന്നറിയാവോ? ഞാനേ നമ്മുടെ കരുമാടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു മത്സരത്തിന് അയച്ചായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 1ാം സമ്മാനം കിട്ടിയിരിക്കുകയാണ് അതിന്. അത് മാത്രമല്ല, ആരും അറിയാതിരുന്ന ഈ എന്നെ ഇന്ന് 4 ആൾ അറിയുന്നു. എനിക്കിതാ ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ്. എന്തിനു പറയുന്നു, 1 ലക്ഷം രൂപയാണ് ഈ ഇതിന് കിട്ടിയത്. അത് മാത്രമല്ല, ഈ ഫലവും. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് പൈസയൊന്നും വേണ്ട. എനിക്കെന്തിനാ ഇനി പൈസ? നമുക്ക് ആ പാവപ്പെട്ട കരുമാടിക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അവൻ്റെ ആ വീടില്ലേ, ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, നമുക്കത് എന്തെങ്കിലും പണി കൊടുക്കാം. എന്തേ വേണ്ടത് വീടല്ല. മാഷ് എന്താ ഈ പറയുന്നേ? അവന് വേണ്ടത് 6 അടി മണ്ണാണ്. അയ്യോ, 6 അടി മണ്ണ്. എന്താ മാഷ് ഈ പറയുന്നത്? അവനെ കൊന്നടോ. അയ്യോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് അവൻ മോഷ്ടിച്ചു അത്രേ. അയ്യോ, ആ കാശ് അവൻ മോഷ്ടിച്ചതാണെന്ന്. അത് ഞാൻ കൊടുത്തതാ. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഞാൻ കൊടുത്തത്. എന്നിട്ട് അവൻ മോഷ്ടിച്ചതാണെന്ന് തല്ലി കൊന്നു. പാവം, തല്ലി കൊന്നു. നിങ്ങളെല്ലാം വെറുതെ നോക്കി നിന്നില്ലേ? എന്നെ തല്ലിക്കൊന്നപ്പോ, ഒരു പട്ടിയെ പോലെ തല്ലിക്കൊന്നപ്പോ നിങ്ങളെല്ലാം വെറുതെ നോക്കി നിന്നില്ലേ? നിങ്ങളെല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയ അനക്കിയിട്ടില്ല. മൊബൈലിലെടുത്ത് #, ഇടാം, ജസ്റ്റിസ് ഫോർ ഹിം, ജസ്റ്റിസ് ഫോർ ഹെർ, അല്ലേ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കും നിങ്ങളെ പോലെ ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ. ഞാനും ഒരു മനുഷ്യ ജീവനല്ലായിരുന്നോ? അല്ലേ? നിങ്ങളിലൊരുവൻ ഇതുപോലെ, നിങ്ങളുടെ മക്കളിലൊരുവൻ ഇതുപോലെ വന്നാലോ? അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ നിങ്ങളുടെ മുൻപിൽ കൺമുന്നിൽ നടക്കുന്ന ഒന്നിനും പ്രതികരണമില്ല, അല്ലേ? എന്നെ പോലെ എത്ര പേരാണ് നിങ്ങളുടെ മുന്നിൽ നിരന്തരം ഒരു നീതിക്ക് വേണ്ടി വിശന്ന് നനക്കുന്നത്? കൊടുത്തിട്ടുണ്ടോ? ഇവിടെ കൊല്ലയും ചെയ്യുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു നേരത്തെ ഭക്ഷണം എടുത്തപ്പോ
നിങ്ങൾ ഇല്ല, എന്റെ ആത്മാവ് നിങ്ങളോട് കുറിക്കില്ല. ഈ നശിച്ച നാട് മുടിഞ്ഞു പോകും. ഈ നശിച്ച നാട് മുടിഞ്ഞു പോട്ടെ. ആ, അയ്യോ, ആ, നശിച്ച നാട് മുടിഞ്ഞു പോകും. നശിച്ച നാട് മുടിഞ്ഞു പോകും. പ്രളയം വന്ന് കടയെടുത്തു പോയി, ജീവിക്കാൻ മാർഗമില്ല. ഇത് എന്തൊരു വിധി! ഈ നാടിന്റെ പോക്ക്! അയ്യോ, എന്റെ കടയും പോയി, ജീവിക്കാനുള്ള മാർഗവും പോയി. ഒന്ന് തൊടാൻ കഴിയില്ല, ഒന്ന് കാണാൻ കഴിയില്ല, ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കാൻ കഴിയില്ല. ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത്. നമ്മുടെ നാട്ടിന് ഇതെന്തു പറ്റി? ഇതെന്ത് ശാപം! എന്താണ് ഈ നാടിന് പറ്റിയത്? എന്തു പറ്റിയെന്നോ? ആ പാവത്തിനെ മറ്റുള്ളവരെല്ലാം തല്ലിക്കൊന്നുമ്പോൾ നീ പ്രതികരിച്ചോ? നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ലല്ലോ. എന്നിട്ടൊരു നീതി, ന്യായം, എന്താ ഇത്? നിങ്ങളെല്ലാവരും വാട്സപ്പിലും സ്റ്റാറ്റസിലും ഒക്കെ അതങ്ങ് ആഘോഷിക്കുകയായിരുന്നില്ലേ? ഇല്ലേ? ആ പാവത്തിനെ കൊല ചെയ്തില്ലേ നിങ്ങളെല്ലാവരും? എത്രയെത്ര കരുമാടികൾ ഇവിടെ നീതി കാത്തു കഴിയുന്നുണ്ടോ? പ്രകൃതി ദുരന്തം പോലും എന്തുകൊണ്ടാ ഉണ്ടാകുന്നത്? കരുമാടിയെ പ്രകൃതിയുടെ മകനാണ്. ഈ പ്രകൃതിയുടെ മടിത്തട്ടിലാ അവൻ കളിച്ചു വളർന്നത്. അവനെ തൊട്ടാൽ പ്രകൃതി പകരം ചോദിക്കും. അതാ ഇവിടെ ഈ പ്രളയമല്ല. അറിയോ? കരുമാടി പോലും കരുമാടി. അവന്റെ പേര് കരുമാടി എന്നല്ല. അവന്റെ ജീവിതം കയ്പ് നിറഞ്ഞതാണെങ്കിലും അവന്റെ പേരിൽ അല്പം മധുരമുണ്ടായിരുന്നു. അതെ, അവന്റെ പേരിനർത്ഥം തേനെന്നായിരുന്നു. അതെ, അവന്റെ പേരിനർത്ഥം തേനെന്നായിരുന്നു. താങ്ക് യു. അടുത്തതായി കുച്ചിപ്പുടി ശിഖ ആർ എസ്.